ആലയിൽ നിന്ന് ഞങ്ങൾ അമ്പലപ്പുഴയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമാവുന്നു കേട്ടോ. ഹസ്ബൻഡിന് ട്രാൻസ്ഫർ ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇനി അടുത്തത് എങ്ങോട്ടാണ് നമ്മൾ പോവുക എന്ന് ഇങ്ങനെ എല്ലാവരും ചിന്തിക്കുകയായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ മൊബൈലിൽ ഇങ്ങനെ അമ്പലപ്പുഴ കണ്ണൻ്റെ ഓരോ റീൽസും വീഡിയോസും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇനി ചിലപ്പോൾ അമ്പലപ്പുഴ ആയിരിക്കുമോ. സൂക്ഷം പോലെ അങ്ങനെ അമ്പലപ്പുഴ തന്നെയാണ് കേട്ടോ ട്രാൻസ്ഫർ കിട്ടിയത്. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ഭഗവാന്റെ അടുത്ത് എന്നും നടന്നു വന്ന് തൊഴാൻ പറ്റുന്ന ഒരു വീട് കിട്ടിയായിരുന്നെങ്കിൽ നമുക്ക് താമസിക്കാമായിരുന്നല്ലോ എന്ന്. സൂക്ഷം പോലെ അവിടെ ഇരിക്കുന്ന കുഞ്ഞിക്കണ്ണൻ എനിക്ക് അതുപോലൊരു വീടും തന്നു കേട്ടോ. ഇപ്പോൾ വേണമെങ്കിലും എനിക്ക് ഓടിപ്പോയി തൊഴാൻ പറ്റുന്ന അത്ര ദൂരത്തിലാണ് നമുക്ക് വീട് കിട്ടിയിരിക്കുന്നത്. അടുത്തൊക്കെ വീട് കിട്ടിയിട്ടും ഒരു മാസം എടുത്തു കേട്ടോ എനിക്ക് അമ്പലത്തിലോട്ട് പോവാൻ. അതിൻ്റെ പരിഭവം കണ്ണൻ എന്നോട് തീർത്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു മാസത്തിന് ശേഷം എൻ്റെ കണ്ണനെ കാണാൻ ഞാൻ അമ്പലത്തിൽ പോയി കേട്ടോ. ആദ്യമായി എൻ്റെ കണ്ണനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഉണ്ടായത്. പക്ഷെ എന്തെന്നറിയില്ല, എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറ്റിട്ട് വീണുകൊണ്ട് ശ്രീകോവിലിരിക്കുന്ന കണ്ണനെ കണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എൻ്റെ സന്തോഷം പറയാനോ എൻ്റെ ദുഃഖം പറയാനോ ഒന്നിനും എനിക്ക് പറ്റിയില്ല കേട്ടോ. കണ്ണുനീരോടെ ആ മുഖത്ത് നോക്കി കുറേ നേരം നിൽക്കാൻ മാത്രമേ എനിക്ക് പറ്റിയുള്ളൂ. അന്നു മുതൽ ഇന്ന് വരെ ഇനി അങ്ങോട്ടും എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ ഏത് സമയവും ഉണ്ടെന്നുള്ള വിശ്വാസം മാത്രമല്ല കേട്ടോ, അത് സത്യമാണ്.